നമസ്കാരം. യൂട്യൂബിൽ നല്ല കിഡിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് കുറച്ച് വലിയ ചാനലുകളിലാണ് കിട്ടുക, എന്നാൽ ചെറിയ ചാനലുകൾക്കും ഇതിന്റെ പ്രയോജനം ഉണ്ടാവും. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയാനായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ എന്താണ് ഈ അപ്ഡേറ്റ് എന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആക്കിയാണ്. ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണ്. എൻ്റെ കുറേ പോസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അതല്ലാതെ മറ്റു പലരും വന്ന് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇതേപോലെ പോസ്റ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഞാൻ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഓപ്ഷനിലൂടെ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ വന്ന് ഇതേപോലെ പോസ്റ്റ് ചെയ്യാനും, അപ്പോൾ ഈ കമ്മ്യൂണിറ്റി എവിടെയൊക്കെ വിസിബിൾ ആകുമോ, ആരൊക്കെ ഇതിലേക്ക് വരുമോ അവർക്കൊക്കെ പുതിയ ചാനലുകളിൽ കാണാനും അതിലേക്ക് വരാനും അതിലൂടെ പുതിയ ചാനലുകൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാകാനും ഒക്കെയുള്ള ഒരു സാധ്യത ഇവിടെ വർദ്ധിക്കും. അപ്പോൾ ഇത് വലിയ ചാനലുകളിലൊക്കെ പോയിട്ട് നമുക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇതേപോലെ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു ഗുണം ഇതാണ്. എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ആരെങ്കിലും ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരാൾ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ ചാനൽ ഇതേപോലെ അവർക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വരുന്നവർക്ക് ഓപ്പൺ ആക്കി നോക്കാനായിട്ട് സാധിക്കും. നോക്കുക, ഈ ഒരു ചാനൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഒരു ചാനലിന്റെ കമ്മ്യൂണിറ്റിയിൽ വിസിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ ചാനൽ ഇപ്പോൾ ഓപ്പൺ ആക്കി എൻ്റെ ചാനലിന്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ചാനലിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ചാനലിന്റെയും പ്രൊഫൈലിൽ പോയിട്ട് വിസിറ്റ് കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരുടെ കമ്മ്യൂണിറ്റി ടാബിലേക്ക് എൻ്റർ ചെയ്യാനും അവിടെ പോസ്റ്റ് ചെയ്യാനും സാധിക്കും. പക്ഷേങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുള്ള ചാനലിലെ വിസിറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ലഭിക്കത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ചാനലിൽ ഇത് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് യൂട്യൂബ് ആപ്പിൽ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ മൈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തു. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിലെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ടാബ് എനേബിൾ ആകുകയും ആർക്ക് വേണമെങ്കിലും എൻ്റെ ചാനലിന്റെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചാനലിൽ ആരെങ്കിലും വന്ന് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ചാനലിൽ ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തത്. അപ്പം ഇതെൻ്റെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ചാനലാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വേണമെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുടെ റിവ്യൂസ് ആണ് ചെയ്യുന്നത്. ഒരുപാട് അൺബോക്സിംഗ് വീഡിയോകൾ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഒരുപാട് വീഡിയോകൾ, അൺബോക്സിംഗ് വീഡിയോകൾ, യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക. അതിലൂടെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല പോസ്റ്റുകൾ മറ്റുള്ളവർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എൻഗേജ്മെന്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ചുമ്മാ എന്തെങ്കിലും വന്നിട്ട് അവിടെ വരച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. പക്ഷേ നല്ല പോസ്റ്റുകൾ കമ്മ്യൂണിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ നമുക്കും പ്രയോജനം ഉണ്ടാവും, പുതുതായിട്ട് പോസ്റ്റ് ഇടുന്ന ആളുകൾക്കും പ്രയോജനം ഉണ്ടാവും. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഏതൊക്കെ ചാനലുകളിൽ ഇതുപോലെ കമ്മ്യൂണിറ്റിയുടെ ഓപ്ഷൻ വിസിബിൾ ആയിട്ടുണ്ട്. ആ ചാനലിൽ പോയിട്ട് നിങ്ങൾ പോസ്റ്റുകൾ ഇട്ട് നോക്കുക. ചുമ്മാ അവരെ ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുന്ന രീതിയിൽ ചുമ്മാ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് ഇറിറ്റേറ്റ് ചെയ്യരുത്. നല്ല പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം മറ്റുള്ളവരുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്തരം കാര്യങ്ങളുള്ള ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.